വെൽക്കം ടു പാറൂസ് മീഡിയ. ഞാനിന്ന് വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളിക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു തക്കാളിക്കറി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 തക്കാളി, ഒരു പകുതി സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ചിക്കൻ മസാല വേണം, കുറച്ച് വെളിച്ചെണ്ണ വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചതക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്, ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ തക്കാളിയിലെ വെള്ളമെല്ലാം ഒന്ന് ഊറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിക്കോളും. അതുകൊണ്ട് തന്നെ പൊടി ആദ്യമേ ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇത് കരിഞ്ഞു പോകുന്നൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. ഇത് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ തക്കാളീൻ്റെ എല്ലാം ടെക്സ്ചർ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പം തന്നെ ഇതെല്ലാം കൂടി വെന്ത് നല്ല സെറ്റ് ആയിക്കോളും. അങ്ങനെ തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഇതാവേണ്ടത്. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് തന്നെ ഉടഞ്ഞത് കൊണ്ട് തന്നെ കറി നല്ല കുറുകി കിട്ടിക്കോളും. പിന്നെ നമ്മളെ കറി ഒട്ടും തന്നെ എന്താ പറയുക കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം കൂടിപ്പോകാൻ പാടില്ല. ഇനിയിപ്പം നമുക്കിതിലൊന്നും തന്നെ വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കറി ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും എരിവെല്ലാം വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പും എരിവെല്ലാം കറക്റ്റ് പാകത്തിനാണുള്ളത്. അങ്ങനെ നമ്മളെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും. കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ടേസ്റ്റ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഓപ്ഷണലാണ്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയം സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പം കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റ് എല്ലാം ഉണ്ടാവും. ചിക്കൻ മസാല വളരെ കുറച്ചിട്ടാൽ മതി. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം തന്നെ കറിക്ക് നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി, അതേതായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളെ കറിയെല്ലാം നല്ല വെന്ത് തിളച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.